ഹലോ ഗായ്സ്, ഈ രാത്രി എന്ന് പറയുന്നത് തൃശ്ശൂർകാർക്ക് ഏറെ പരിചിതമായ ഒരു രാത്രിയാണ്. എന്നാൽ തന്നെ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് വളരെയധികം വൈകിയിരിക്കുന്നു. എന്നാൽ ഗാലറിയിൽ വീഡിയോസ് കാണുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇടാണ്ടിരിക്കാനും തോന്നുന്നില്ലേ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരിൽ കാണാൻ പോകുന്ന മഹത്തായ ഒരു കാഴ്ചയെക്കുറിച്ചാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. വളരെ ആകാംക്ഷയോട് കൂടി ഞങ്ങൾ 3 പേരും കൂടി തൃശ്ശൂർ പൂരം കാണാനിറങ്ങി. ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് എനിക്ക് മനസ്സിലായി. തൃശ്ശൂർ പൂരത്തിനൊക്കെ ഒരാഴ്ച മുന്നോളം അവിടെ റൗണ്ടിലൊക്കെ നമുക്ക് പന്തലുകളൊക്കെ സെറ്റ് ചെയ്ത് കാണും. അങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണുന്നല്ലാതെ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്നല്ലാതെ അത് എന്താ പറയുക, ശരിക്കും കത്തി കാണുന്നത്, ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് ലൈറ്റിംഗ് കാണാൻ വളരെ ഇഷ്ടമായിട്ടുള്ളത്. ഭയങ്കര കളർഫുള്ളായിരുന്നു കാണാനായിട്ട്. അതിൽ തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാനും പറ്റി, മീൻസ് നമ്മുടെ ക്യാമറയിൽ പകർത്താനും പറ്റി. ലൈറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പൂരത്തിന് വന്ന് നമ്മൾ ആനേനെ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ആനേനും തൊട്ടടുത്ത് കാണാൻ പറ്റി. ആനേനെ തൊട്ടടുത്ത് കാണുന്നില്ല, അതൊരു പൂരമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. കാരണം നമ്മളാ കൂടി തൃശ്ശൂർ പൂരം എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അന്ന് തന്നെ ഒരു ദിവസം ഒന്നിലേറെ പൂരങ്ങളുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ കൂടി കേട്ടിട്ടുള്ളത് പൂരം എന്ന് പറയുന്നത് കുടമാറ്റം, മേളം, അതൊക്കെയാണ് എനിക്കറിയുള്ളൂ പൂരത്തിന്. അങ്ങനെ പകൽപ്പൂരം അതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു രാത്രി ഇത്രയധികം പൂരങ്ങൾ വന്നു പോകുന്നു എനിക്കറിയില്ലായിരുന്നു. അപ്പം അതൊക്കെ കാണാൻ പറ്റി. ഇപ്പോൾ ഒരു പൂരം വന്നു കഴിഞ്ഞ് അടുത്ത ഒരു പൂരം വന്ന് അത് പോയി കഴിഞ്ഞ് പിന്നത്തെ പൂരം കയറി വന്ന് നല്ല രസമായിരുന്നു കാണാനായിട്ടും. അത് അതിൻ്റെ മേളം കേൾക്കാനായിട്ടും വളരെയധികം ആസ്വദിച്ചു. ഞങ്ങൾ അധികം ദൂരമില്ല, അടുത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. എൻജോയ് ചെയ്തു. പിന്നെ ആനയെ അടുത്ത് കണ്ട് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അത് ഞാൻ സംഭവം ഇച്ചിരി പേടിക്കായിരുന്നു. എന്നാലും നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, അതൊന്ന് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കണ കണ്ടപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോസും ഫോട്ടോസാണ്. ഞാൻ ഇച്ചിരി അധികം തന്നെ വൈകിപ്പോയി. ഞാനിത് ഇന്നിടണം നാളെ ഇടണം വീഡിയോ എന്ന് വിചാരിച്ചിരുന്ന് 1 കൊല്ലം ആവാറായി. പിന്നെ ഞാൻ ആദ്യം കാണുന്നില്ല തൃശ്ശൂർ പൂരം. അപ്പം പിന്നെ നമ്മുടെ ഗാലറിയിൽ വീഡിയോസ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇടുമ്പോൾ ഒരു രസമല്ലേ.
പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. ഓക്കേ.